ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സംസ്ഥാനത്തെത്തുന്നതോടെ പ്രചാരണത്തിൽ മേൽക്കൈ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പ്. അടിത്തട്ട് ഇളക്കുന്ന രീതിയിലുള്ള LDFന്റെ പ്രചാരണ കരുത്തിന് രാഹുലും പ്രിയങ്കയും നടത്തുന്ന പ്രചാരണ പരിപാടികളിലൂടെ മറികടക്കാനാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. 2 ദിവസം കൊണ്ട് 9 പ്രചാരണ യോഗങ്ങളിലെങ്കിലും രാഹുൽ എത്തും. തിരുവനന്തപുരം മുതൽ വയനാട് വരെ രാഹുൽ ഓടിയെത്തുമ്പോൾ കേരളത്തിന്റെ ശ്രദ്ധ രാഹുലിന്റെ വാക്കുകളിലേക്ക് നീങ്ങുമെന്നും അത് പ്രചാരണ രംഗത്ത് മുൻതൂക്കം നൽകുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. രാഹുൽ തീർക്കുന്ന ആവേശത്തിൽ കലാശക്കൊട്ടിന് മുമ്പുള്ള ബാക്കി ദിവസങ്ങളിൽ താഴെത്തട്ടിൽ പ്രവർത്തകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാനാവും. ഇതിലൂടെ അവസാന ഘട്ടത്തിൽ പരമാവധി വോട്ടർമാരിലേക്ക് UDFന്റെ സന്ദേശം എത്തിക്കാനാകുമെന്നും കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നതോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റം വന്നിരിക്കുക. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിലാണ് കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ കലാശക്കൊട്ട് ദിവസത്തെ പ്രിയങ്കയുടെ സാന്നിധ്യം എല്ലാ കണ്ണുകളും അവരിലേക്ക് നീളാൻ ഇടയാക്കും. ഇതിലൂടെ പ്രചാരണത്തിൻ്റെ സമാപനത്തിലും മേൽക്കൈ നൽകുമെന്നാണ് UDFന്റെ വിശ്വാസം. താഴെത്തട്ടിലുണ്ടായിരുന്ന പോരായ്മകളെ ഇത്തരത്തിൽ മറികടക്കാനാവും ഇനിയുള്ള സമയങ്ങളിൽ UDF ക്യാമ്പിൻ്റെ ശ്രമം. KR സാജു, മീഡിയ 1, വയനാട്.